മോർണിംഗ് ഓൾ ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നാനാഭാഗത്തു നിന്നും നമ്മളെല്ലാവരും അതുപോലെ സൂമിലെ മുഖാമുഖം കാണുകയും അതുപോലെ നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാൻ സംവിധാനം ഒരുക്കി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്ന് കാണുന്ന മുഖങ്ങളൊക്കെ തന്നെയാണ് അതിനകത്തിരിക്കുന്നത്. എന്നെ എല്ലാവർക്കും അറിയായിരിക്കും. എന്റെ പേര് സഫി അബ്ബാസ്, മൂവാറ്റുപുഴ പിഴയ്ക്കാപ്പള്ളിയാണ് ഞങ്ങളുടെ വീട്. ഞാനും ഹസ്ബൻഡും ഈ ബേട്ടറിൽ വന്നിട്ട് ഒരുപാട് നാളൊന്നും ആയില്ല, ചുരുങ്ങിയ കാലങ്ങളെ ആയുള്ളൂ ഈ ബേട്ടറി ബിസിനസ് ഏറ്റെടുത്തിട്ട്. അതിനു മുമ്പ് ഞങ്ങൾ രണ്ടുപേരും പിഴയ്ക്കാപ്പള്ളിയില് ഷോപ്പ് നടത്തുമായിരുന്നു. ഇപ്പൊ ഷോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാം ഓൺലൈൻ ആയി മാറിയതുകൊണ്ട് കച്ചവടങ്ങളൊക്കെ വളരെ മോശമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ നിരാശപ്പെട്ട് ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് നല്ലൊരു എന്താ പറയാ, നമ്മുടെ ഈ ഒരു ബിസിനസ് നമ്മുടെ മുന്നിലേക്ക് ഒരാള് എത്തിക്കുന്നത്. അപ്പം ഓൺലൈൻ ബിസിനസ് ഇതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റ് ഒരെണ്ണം ചെയ്ത് എക്സ്പീരിയൻസ് ഹസ്ബൻഡിനുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങളും അറിവുകളൊക്കെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നല്ലത് ഏതാണെന്ന് തിരിച്ചറിയാൻ കുറച്ച് വൈകിയെങ്കിലും നല്ലത് തന്നെ എത്തിപ്പെട്ടു നമ്മുടെ ഈ പെട്രോളിയം ബിസിനസ്. അത് അതിന്റെ എന്താ പറയാ, അതിന്റെ ഉപയോഗം, ആ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഗുണവും അതിന്റെ ഹെൽത്തും അതിൽ നിന്ന് കിട്ടുന്ന വെൽത്തും എല്ലാം മനസ്സിലാക്കിയപ്പോ ഇത് നല്ലൊരു ബിസിനസ്സാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഷോപ്പ് രണ്ടും കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും എനിക്കും ഐഡിയ അടിച്ചുകൊണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു മിനി പിക്കപ്പ് സെന്റർ എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ബാറ്ററി ബിസിനസ് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ഇത്രയും മഴയുമായിട്ട് പോലും വെളുപ്പാൻ കാലത്ത് ഇത്രയും ആളുകള് ഭൂമി കയറിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും കണ്ടുകൊണ്ട് നമ്മുടെ ഈ ലീഡേഴ്സ് പറയുന്ന വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവർക്കൊക്കെ ഒരു വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടും അതുപോലെ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് ആരോഗ്യം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്നവരാണ് ഇരിക്കുന്നവരെല്ലാം. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മുടെ ഈ ബാറ്ററി കമ്പനിയുടെ ഈ ബിസിനസ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഇരിക്കുന്ന എല്ലാവർക്കും എത്രയും ഫാസ്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് നല്ലൊരു ഇൻകം കരസ്ഥമാക്കാനും അതുപോലെ തന്നെ ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ്സിനെ വർദ്ധിപ്പിക്കാനും കഴിയട്ടെ. ആദ്യം ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നിപ്പം നമുക്ക് പ്ലാൻ പറയാനായിട്ട് എന്റെ ഹസ്ബൻഡ് തന്നെയാണ്, അബ്ബാസ് സാറ്. എനിക്ക് പല മോട്ടിവേഷനും പല ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഭയങ്കര നെഗറ്റീവ് അടിച്ച ആളാണ്. കാരണം ഇതൊക്കെ വെറും തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഇതിനോടൊന്നും മുന്നോട്ട് പോകാൻ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാനത് തിരിച്ചു പറയുകയാണ്. കാരണം ഇന്ന് എവിടെ തൊട്ടാലും എക്സ്പെൻസിന്റെ കാലഘട്ടമാണ്. കാരണം ഒരു കച്ചവടം എന്ന് പറയുന്നത് അതിലേക്ക് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ലേബർ ചാർജ് ആയിട്ടും കടയുടെ വാടകയായിട്ടും പല എക്സ്പെൻസുകളും പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് ലാഭത്തിന്റെ ഭയങ്കര എന്താ പറയാ, അത് നഷ്ടമാണ് ശരിക്കും പറഞ്ഞ. അപ്പം നമ്മളൊന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ആത്മാർത്ഥം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബിസിനസ് എത്ര എളുപ്പമാണ്. കാരണം നമുക്കൊരു മുതൽ മുടക്കില്ല, നമുക്ക് വരുമാനവും ആരോഗ്യവും ഒന്നിച്ച് കിട്ടുന്ന ഒരു കമ്പനി നമ്മുടെ ഈ ബയോട്ടറി. അത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും മുന്നോട്ട് പോവുക. പിന്നെ ഇന്നിപ്പോ പ്ലാൻ പറയാനായിട്ട് നമ്മുടെ സാറാണ് ഉള്ളത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പ്രിപ്പറേഷൻ നടത്തില്ല. ഇന്നലെ രാത്രി 10:30 മണിക്കാണ് ഞാൻ പോസ്റ്റ് കാണുന്നത്. ഞാൻ സാറ് വർക്കിലായിരുന്നു. അപ്പൊ പോസ്റ്റ് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഞാനാണല്ലോ MC പറയുന്നത്. പക്ഷെ ഇതിനു മുമ്പൊക്കെ എന്നോട് ചോദിച്ചിട്ടാണ് പോസ്റ്റ് ഇടാറ്. അപ്പൊ നമ്മളൊരു പ്രിപ്പറേഷൻ നടത്തൂലോ, എന്തെല്ലാം പറയണം. പിന്നെ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. എന്നാലും അറിയാവുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാം, ചെറിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. എന്നാലും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പൊ ഇന്ന് പ്ലാൻ പറയാനായിട്ട് അബ്ബാസ് സാറിനെ നമ്മുടെ സൂമിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ് വേറെ നെറ്റ്വർക്ക് ചെയ്ത് അതിൽ പരാജയപ്പെട്ട ആളാണ്. എങ്കിലും ആ പരാജയം
ഒരു വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോ ഈ ബാറ്ററിയും ഏറ്റെടുത്തത്. സാറ് നല്ല ആത്മാർത്ഥമായിട്ട് ഒരുപാട് ക്ഷമയോടും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും വളരെ സൈലന്റ് ആയിട്ട് തന്നെ പോകുന്ന ഒരു വ്യക്തിയാണ്. അടുത്തറിയാവുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പൊ നല്ല രീതിയിൽ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം ചെറിയ ഇതിലെ ആളുകളൊക്കെ നമ്മുടെ അണ്ടറിലുണ്ട്. അപ്പൊ നല്ല രീതിയിൽ തന്നെ വർക്കായിട്ട് മുന്നോട്ട് പോകുന്നു. ഇന്നലെ നമ്മുടെ ഗേറ്റ് ലീഡേഴ്സ് ഒക്കെ നമ്മുടെ കളിക്കാപ്പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കട്ട സപ്പോർട്ട് നിൽക്കുന്ന നമ്മുടെ ഗേറ്റ് ലീഡേഴ്സ് ഒക്കെ നമ്മുടെ അഭിലാഷ് സാറ്, യൂനസ് സാറ്, അതുപോലെ ഡാനി സാറ്, ഇവരുടെയൊക്കെ മോട്ടിവേഷനും അവരുടെയൊക്കെ ആ ഒരു എന്താ പറയാ, അവര് വരുമ്പോ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. കാരണം നമുക്ക് ഒറ്റയ്ക്കല്ല, നമുക്ക് ഒരു ടീമുണ്ട് നമ്മുടെ കൂടെ എന്നുള്ള ആ ഒരു വിശ്വാസത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ കൂടുതലൊന്നും പറയാനില്ല. അപ്പം സാറിന് നമ്മുടെ മീറ്റിംഗിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സാർ. താങ്ക് യു സഫിയ മാഡം. സഫിയ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സഫിയ മാഡം പറഞ്ഞതുപോലെ ഞങ്ങള് ഒരു ട്രഡീഷണൽ ബിസിനസ്സാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് മൂവാറ്റുപുഴ പഴക്കാപ്പള്ളിയിലാണ്. ഒരു ഫുഡ്വെയറും അതുപോലെ ഒരു ഫാൻസി ഷോപ്പും ആയിരുന്നു. നമ്മള് അധികം ഒന്നും മൂലധനം ഇല്ലാതെ തുടങ്ങിയൊരു ബിസിനസ്സാണ്. ബാങ്ക് ലോണൊക്കെ എടുത്തുകൊണ്ടാണ് നമ്മള് ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. ആ സമയത്താണ് കൊറോണ സിറ്റുവേഷൻ വരുന്നത്. ആ സമയത്ത് ഒരു 4 മാസത്തോളം നമ്മുടെ ഷോപ്പ് അടച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കും മൊത്തം പ്രതിസന്ധിയിലേക്ക് വന്നു. ഒരു രീതിയിൽ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ലോണുകൾ കാര്യങ്ങളൊക്കെ സ്റ്റക്കായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് അങ്ങോട്ട് നമുക്ക് 4 മാസം കഴിഞ്ഞ് തുറന്നു. അതിനുശേഷം നമുക്ക് പർച്ചേസിങ്ങിന്റെ എമൗണ്ട് ഒന്നും നമ്മുടെ കയ്യിലില്ലാത്തൊരവസ്ഥയും കാര്യങ്ങളിലേക്ക് പോയി. വിൽക്കുന്ന പൈസകളെല്ലാം ക്രെഡിറ്റ് ആയിട്ട് തന്നിരിക്കുന്ന പാർട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി. പക്ഷെ അങ്ങനെ മുമ്പോട്ട് പോയെങ്കിലും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനെല്ലാം ഓവർകം ചെയ്യണം, നമ്മൾ തരണം ചെയ്യണം. തരണം ചെയ്ത് തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം. നമ്മളെക്കാൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ ധാരാളം ഉണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള ചിന്തകളൊക്കെ എന്നെ വീണ്ടും വീണ്ടും മുന്നോട്ട് നയിച്ചത്. അതുപോലെ തന്നെ നമ്മളെ കടയ്ക്ക് 42,000 രൂപ വാടകയായിരുന്നു. വാടകയ്ക്ക് ഒരുപാട് പെൻഡിങ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പിന്നീട് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. ആ സമയത്താണ് ഞാൻ കട കൊടുക്കുന്നത്. അപ്പൊ കട കൊടുക്കുന്നതിന് മുമ്പ് വേറെ കൺസെപ്റ്റും കൂടി ഞാൻ സൈഡായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആ കൺസെപ്റ്റില് ഈ പറഞ്ഞതുപോലെ കടയിൽ നിന്ന് ടൈം ഉള്ളപ്പോൾ മാത്രമായിരുന്നു ഞാൻ ആ കൺസെപ്റ്റിന് വർക്ക് ആയിട്ട് മുമ്പോട്ട് പോയിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പോയതുകൊണ്ട് തന്നെ ആ ബിസിനസ്സിലും എനിക്കൊരു ലെവലിലേക്ക് കയറി വരാനായിട്ട് സാധിച്ചില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യകാരണങ്ങളെല്ലാം ആ ഒരു കൺസെപ്റ്റിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ ബൈറ്റോറത്തിലേക്ക് ഐഡിയ അടിച്ചത്. ഈ ബൈറ്റോറത്തിലേക്ക് ഐഡിയ അടിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ശ്രമിച്ച് ആത്മാർത്ഥമായിട്ട് ഇപ്പം സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ആയിട്ട് മുമ്പോട്ട് പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള സ്ട്രഗിളും ബുദ്ധിമുട്ടും എല്ലാം കടന്നു വരും. പക്ഷെ നമ്മളെല്ലാത്തിനും ഓവർകം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ 200 നെഗറ്റീവ് ആണെങ്കിൽ 100 പോസിറ്റീവ് ഉള്ളൂ. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാലിഡിറ്റി എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ കൺസെപ്റ്റിന് സാധാരണ ജനങ്ങൾ മറ്റു കൺസെപ്റ്റുകൾ 100% നെഗറ്റീവ് പറയുമെങ്കിൽ ഇതിനൊരു 10% മാത്രമാണ് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസിൽ തന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മുടെ ഈ കൺസെപ്റ്റ് ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഈ കൺസെപ്റ്റില് ഞാനൊരു കുറെ ആളുകളെയൊക്കെ ജോയിൻ ചെയ്യിച്ച്, അപ്പൊ നമുക്കറിയാം, നമ്മള് ആദ്യ ടൈമുകളിലൊക്കെ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ
അവരെ സിസ്റ്റത്തിന്റെ ഭാഗമാക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കും. അങ്ങനെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുമ്പോൾ നമ്മൾ പറയുന്ന സമയത്തൊന്നും അവര് ട്രെയിനിങ്ങിനോ മീറ്റിങ്ങിനോ ഒന്നും വരണമെന്നില്ല. കാരണം അവർ പല ബിസിനസ്സുകൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, പല ജോലികൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൂടുതൽ ആളുകളെ കണ്ട് സംസാരിച്ച് കൂടുതൽ ആളുകളിലേക്ക് വരുമ്പോഴായിരിക്കും പതുക്കെ കുറച്ച് ആളുകൾ നമ്മളെ ചെറിയ ട്രെയിനിങ്, ചെറിയ മീറ്റിംഗ്, അല്ലെങ്കിൽ ഒരു ഹോൾ മീറ്റിംഗ്, അങ്ങനെ ചെറിയ മീറ്റിങ്ങിലേക്ക് വന്ന് നമ്മളൊരു കോർഡിനേഷനോട് കൂടി അവരെ സപ്പോർട്ട് ചെയ്ത്, എന്നാൽ ഈ വരാത്ത ആളുകളെ തീർച്ചയായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് സമയമില്ലാത്തതുകൊണ്ട് അവരെത്തുന്നില്ല. അവരെത്താതിരുന്നാൽ അവര് ഈ ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നല്ല, അവർക്ക് താല്പര്യം ഉണ്ടാകും, പക്ഷെ സമയം കൊണ്ട് അവർക്ക് എത്താൻ സാധിക്കാത്തതുകൊണ്ട് അവർ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവർ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ മറ്റുള്ളവരെ നമുക്ക് കണക്ട് ചെയ്ത് തരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ അവര് കണക്ട് ചെയ്ത് തരുമ്പോൾ നമുക്ക് അവർ പറയുന്ന വ്യക്തികളുടെ വീട്ടിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ ഓഫീസുകളിലൊക്കെ പോയിട്ട് നമുക്ക് ഈ നമ്മുടെ ബിസിനസ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ബിസിനസ്സിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പല ലീഡേഴ്സിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. കുറെ ട്രെയിനിങ്ങുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഒരു BOP ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം അവിടെ എത്താനായിട്ട് ശ്രമിക്കും. കാരണം ഓരോ ലീഡേഴ്സിന്റെയും അറിവുകൾ വ്യത്യസ്തമാണ്. അപ്പം ഇത് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് തന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമുക്കറിയാം, നമ്മള് സ്കൂളില് നമ്മളൊരു എക്സാമിന് ബൈഹാർട്ടായിട്ട് പഠിക്കണം. എന്നാൽ നമ്മൾ പത്രം വായിച്ചു കഴിഞ്ഞാൽ കുറെ ആഴ്ചകളിലേക്ക് നമ്മുടെ മനസ്സിൽ ആ വാർത്തകൾ തങ്ങി നിൽക്കും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ കുറേയേറെ അറിവുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് സേവ് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ അറിയാതെ തന്നെ. നമുക്കറിയാം, നമുക്ക് 2 മൈൻഡ് ഉണ്ട്. ഒന്ന് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, ഒന്ന് അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിനെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ബോധമനസ്സോടു കൂടി നമ്മൾ ഇങ്ങനെ പഠിക്കും. എന്നാൽ പഠിച്ചതിന് ശേഷം നമ്മൾ സിമ്പിളായിട്ട് വാഹനം ഓടിച്ചുകൊണ്ട് നമ്മുടെ കൈയും കാലും ഓട്ടോമാറ്റിക്കലി ചെയ്യും. അത് നമ്മുടെ ഉപബോധ മനസ്സാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ബിസിനസ് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് എടുത്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇതിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളെല്ലാം അറ്റൻഡ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അൺകോൺഷ്യസ് മൈൻഡ് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഓരോ പ്രോസ്പെക്റ്റിന്റെ അടുക്കൽ നമ്മൾ എത്തും എന്നുള്ളതാണ്. നമ്മളെ അവിടെ എത്തിക്കും. നമ്മുടെ മൈൻഡ് സെറ്റ് നല്ല ലീഡേഴ്സ് ക്വാളിറ്റി ഉള്ള ആളുകളിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് എത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വർക്ക് എടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഒരു നല്ല ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് എന്നും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത്, നിരന്തരം പരിശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ തുടക്ക സമയത്തൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് ബിസിനസ് നമ്മളൊരു 10 പേരിലേക്ക്, ആദ്യത്തെ 10 പേരിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും അവർ ജോയിൻ ചെയ്യിപ്പിക്കാനാണ് എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ പോകരുത്. കാരണം അവർ ജോയിൻ ചെയ്യില്ല എന്ന ചിന്തയിൽ തന്നെ നമ്മൾ പോകണം. കാരണം ആദ്യത്തെ 10 പേരെങ്കിലും നമ്മൾ കാണുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് ആ 10 പേരെ കണ്ടിട്ടും നമ്മളിലേക്ക് ഒരാൾ പോലും ആകർഷിച്ചില്ല, നമ്മൾ ഒരാളെ പോലും ജോയിൻ ചെയ്യിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് നമ്മൾ സ്വയം വിലയിരുത്തി നമ്മൾ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു ലീഡറോടൊപ്പം പോകാനായിട്ട് ശ്രമിക്കുക. ലീഡറോടൊപ്പം പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ലീഡർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആക്ടിവിറ്റി അതെല്ലാം നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കുക. ഡെമോൺസ്ട്രേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പുതിയ ആളുകൾക്ക് വരാനും വരുന്ന ആളുകൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം നിരന്തരം സൃഷ്ടിക്കപ്പെടുന്നതിനാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിരന്തരം നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസം. നമ്മളാദ്യം നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് കഴിയും,
നമ്മൾ ആരെയും അനുകരിക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം എനിക്ക് അവരെ പോലെ ആവണം, അല്ലെങ്കിൽ നമുക്കിപ്പം യേശുദാസിനെ പോലെ ആവണം എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം യേശുദാസിനെ പോലെയുള്ള ഒരാളെ സൃഷ്ടിക്കണമെങ്കിൽ ദൈവത്തിന് മറ്റൊരു യേശുദാസിനെ സൃഷ്ടിച്ച് മതിയായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവുകൾ ഈശ്വരൻ തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ വ്യക്തികളും നല്ല കഴിവുകളുണ്ട്. അത് നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് തിരിച്ചറിയാനുള്ള, ആ സ്കില്ല് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം വീക്ഷിച്ച് തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ബിസിനസ്സായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പല ആളുകളും നമ്മളോട് നെഗറ്റീവുകൾ പറയാറുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യകാലത്തൊക്കെ പോകുമ്പോൾ എന്നോട് പറയുമായിരുന്നു, ഇത് ചെയിൻസ് പരിപാടിയല്ലേ, അതല്ലേ ഇതില്ലെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 94-95 കാലഘട്ടം മുതൽ ആംബെ പോലുള്ള കമ്പനികൾ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. ആംബെ അമേരിക്കൻ കമ്പനിയായിരുന്നു. ഇവിടെ നിന്ന് സായിപ്പ് അമേരിക്കയിൽ ലാഭവിഹിതം കൊണ്ടുപോകുമ്പോൾ ഇവിടെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടായി. കാരണം ഗവൺമെന്റിന് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോൾ ഗവൺമെന്റ് റെയ്ഡ് ചെയ്തു. 2008 ആയപ്പോഴേക്കും റെയ്ഡ് ചെയ്തപ്പോൾ എല്ലാ കമ്പനികളിലും റെയ്ഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഏതാണ് നല്ല കമ്പനി, ഏതാണ് മോശപ്പെട്ട കമ്പനി എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലൂടെ ജനങ്ങൾ കടന്നുപോയി. അങ്ങനെ 2011 ആയപ്പോഴത്തേക്കും ബാൻ ചെയ്ത് കളഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ബാൻ ചെയ്തു, സ്റ്റോപ്പ് ചെയ്ത് ഇനി ചെയ്യണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം 2013 പേപ്പർ ഭാഗങ്ങൾ നീക്കി. 2013 പേപ്പർ ഭാഗം നീക്കി 2015 ആയപ്പോഴേക്കും ബില്ല് അവതരിപ്പിച്ചു. 9/9/2016 ഓരോ സ്റ്റേറ്റും പ്രത്യേക ഗൈഡ് ലൈൻ സംവിധാനം കൊണ്ടുവരാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആദ്യമായിട്ട് കൊണ്ടുവന്ന സംസ്ഥാനമായിരുന്നു കേരള സർക്കാർ, കേരള ഗവൺമെന്റ്. അതിനുശേഷം 2018 ആയപ്പോഴേക്കും കൺസ്യൂമർ പ്രൊട്ടക്ട് ആക്ട് എന്ന് പറഞ്ഞ ഉപഭോക്തൃ നിയമങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഇപ്പൊ പ്രത്യേക മോണിറ്ററിംഗ് മെക്കാനിസം ഒക്കെ ആയി. ഇപ്പൊ 100% ലീഗാലിറ്റി വഴിയാണ് നമ്മുടെ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആളുകളുടെ ധാരണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ചെയിൻ സർവീസ് അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെ നമ്മളോട് പറയുമായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ധൈര്യമായിട്ട് ഏതൊരു വ്യക്തിയോടും പറയാം 100% ലീഗാലിറ്റി വഴി. ഇപ്പൊ കുട്ടികളെ സ്കൂളിൽ ചേർത്താൽ പോലും പിതാവിന് എന്താ ജോലി എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വെച്ചൊരു കോൾ ഉണ്ട്, അവിടെ നിന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത്രമാത്രം ലീഗാലിറ്റി ആയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ആളുകളെ ഫേസ് ചെയ്യുമ്പോൾ ആളുകൾ നമ്മുടെ ഈ കൺസെപ്റ്റിനെ കുറിച്ച് അത്രമാത്രം നെഗറ്റീവുകൾ ഞാൻ കേൾക്കാറില്ല. നമ്മുടെ ഡൗൺ ലീഡേഴ്സിനാണെങ്കിലും നമ്മളിൽ പല ആളുകൾക്കാണെങ്കിലും ഇന്നും ഒറ്റയ്ക്ക് പോയി ബിസിനസ് എടുക്കാൻ മടിയാണ്. കാരണം അവരെന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ മറുപടി പറയാൻ ഞാൻ എന്ത് മറുപടി പറയും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് പലർക്കും ഒറ്റയ്ക്ക് ബിസിനസ് എടുക്കാനുള്ള ഒരു മടി കാണിക്കുന്നത്. പക്ഷെ അങ്ങനെ നമ്മുടെ ഈ കൺസെപ്റ്റിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഭയത്തിന്റെ തന്നെ ആവശ്യമില്ല. കാരണം ഒരു നെഗറ്റീവും നമ്മുടെ ഈ കൺസെപ്റ്റ്, നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനായിട്ട് ആർക്കും ഉണ്ടാവില്ല. കാരണം നമ്മൾ പറയുന്നത് പല ആളുകളും പുതിയ അറിവായിട്ടാണ് പല ആളുകളും കേൾക്കുന്നത്. ഇപ്പൊ കേൾക്കുന്ന രീതി, അതിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് പറയാനില്ല. അതുകൊണ്ട് കോൺഫിഡൻസ് ആണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യുന്നു, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാം നമ്മൾ ഡയറിയിലേക്ക് കൃത്യമായിട്ട് എഴുതി കൃത്യമായിട്ട് നമുക്ക് പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒന്നിച്ചൊരു ടീം വർക്കായിട്ട് തന്നെ മാക്സിമം വർക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എല്ലാവരെയും ഒന്നിച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ ടീമിൽ തന്നെ പല കഴിവുകളുള്ള ആളുകളുണ്ടാവാം. ഇപ്പം പ്രസന്റേഷൻ കഴിവുള്ള ആളുകളുണ്ടാവാം, മാനേജ്മെന്റ് കഴിവുള്ള ആൾ ഉണ്ടാവാം, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കഴിവുള്ള ആളുകളുണ്ടാവാം, പല കഴിവുകളുള്ള ആളുകളുണ്ടാവാം. അവരുടെയൊക്കെ കഴിവുകൾ നമ്മൾ ലീഡേഴ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ കഴിവുകൾ ഉയർത്തുക, അവരുടെ സ്കില്ല് ഡെവലപ്മെന്റ്സ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിൽ നിന്ന് പല നെഗറ്റീവ്സും, ഈ പറഞ്ഞതുപോലെ നമ്മൾ ബിസിനസ് ആയിട്ട് പോകുമ്പോൾ നെഗറ്റീവുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ചാർജ്, അതായത് നമ്മുടെ മൈൻഡ് സെറ്റിനെ ഡെസ്പായി പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് BOP ട്രെയിനിങ്ങുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ചാർജ് വരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിജയിച്ച ലീഡേഴ്സിന്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. അവർക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ ഒരു കോൺഫിഡൻസിലാണ് അവർ സംസാരിക്കുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ 1 കോടി രൂപയുണ്ടെങ്കിൽ നമ്മുടെ സംഭാഷണ ശൈലി മാറും, നമ്മുടെ ബന്ധങ്ങൾ
മാറ്റം വരും, നമ്മുടെ യാത്രകൾ മാറ്റം വരും, നമ്മുടെ വാഹനങ്ങൾ മാറ്റം വരും. ഇതൊക്കെ നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് തന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നല്ല എൻജോയ്മെന്റ് ആയിട്ട് നല്ല ഉത്സാഹത്തോടു കൂടി ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൗൺ ലീഡേഴ്സ് ആയിട്ട് നമുക്കറിയാം, നമുക്കൊരു ടീം ഉണ്ടാകുമ്പോൾ പല രീതിയിലുള്ള സ്ട്രഗിൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം, പ്രതിസന്ധികൾ വരാം, പ്രശ്നങ്ങൾ വരാം. ഇതിനെല്ലാத்தைയും നമ്മൾ തരണം ചെയ്ത് ക്ഷമയോടുകൂടി അന്ധമായ ഒരു ക്ഷമ നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. ഫലമുള്ള വൃക്ഷത്തില് കല്ലേറുകൊള്ളൂ എന്ന് പറയുന്നത് പോലെ പല രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ നമ്മളിൽ പലർക്കും ഉണ്ടായേക്കാം. പക്ഷെ എല്ലാവരോടും നല്ല രീതിയിലുള്ള ഒരു സമീപനത്തിൽ വികാരങ്ങൾക്ക് അടിമപ്പെടാതെ, വൈകാരികമായി പ്രതികരിക്കാതെ നല്ല രീതിയിൽ അവരോട് നിന്ന് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക, നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് അറിയാവുന്ന നോളജ്, ഇപ്പം നമുക്കറിയാം ഒരു ഗ്രന്ഥം മുഴുവൻ പഠിച്ച ഒരു വ്യക്തി വാ തുറക്കാതിരുന്നാൽ ആ അറിവ് കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഗുണവുമില്ല. എന്നാൽ ഒരു ഗ്രന്ഥത്തിന്റെ 2-3 പേജ് പഠിച്ച വ്യക്തി ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ കേൾക്കുന്ന വ്യക്തികൾക്ക് ഇദ്ദേഹം വലിയൊരു പണ്ഡിതനാണെന്ന് കരുതും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സിനെ നമ്മൾ പഠിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ടീമിൽ ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ, നമ്മളെ കോടികളിലേക്ക് എത്തിക്കുന്നത് നമ്മളല്ല, നമ്മളെ താഴെ വരുന്നവരാണ് എന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പല ലീഡേഴ്സും നമ്മുടെ ഈ മീറ്റിങ്ങുകളിൽ പറയാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ പല മുഖങ്ങളിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ അതിലൊരു വ്യത്യസ്തത ചിലർക്ക് അനുഭവപ്പെടാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കേൾക്കുന്നതും പറയുന്നതും ഒക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഫോളോഅപ്പ് കൃത്യമായിട്ട് ഒരു വ്യക്തിയെ കണ്ടാൽ ഒരു വർക്ക് റിപ്പോർട്ട് നമ്മൾ മസ്റ്റായിട്ട് എഴുതുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ടീം കൂടിക്കൊണ്ടേയിരിക്കും, ആള് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഓരോ ദിവസവും 4-5 പേരെ വെച്ച് ഇങ്ങനെ കണ്ടുപോകുമ്പോൾ അവരെന്താണ് പറഞ്ഞത്, ഏത് സമയത്താണ് രണ്ടാമത് അവരെ ഫോളോഅപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ച് തന്നെ നമ്മൾ മുമ്പോട്ട് പോവുക. അവരുടെ ഫോൺ നമ്പറുകൾ, ഏത് സമയത്ത് അവരെ വിളിക്കണം, എന്താണ് അവർ പറഞ്ഞത്, അവർ അടുത്ത അപ്പോയിന്റ്മെന്റ് എപ്പോഴാണ് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി നമ്മൾ പോയില്ലെങ്കിൽ നമ്മൾ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ ഒരുപാട് ആളുകളെ കണ്ടുപോയിട്ട് നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കില്ല അതൊന്നും. ആ സമയത്ത് പുതിയ ആളുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ പഴയ ആളുകളെ ഫോളോഅപ്പിലൂടെ ഒരുപാട് ജോയിനിങ് നമുക്ക് കയറി വരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബിസിനസിനെ കുറിച്ച്, പ്ലാൻ പ്രസന്റേഷനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ എന്താ പറയുക, മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു സ്പാർക്കിംഗ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു മനസ്സിലാക്കി വരിക എന്നുള്ളതാണ്. എനിക്ക് കഴിയും എന്നുള്ളൊരു അടിസ്ഥാനമായിട്ടുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഓരോ വ്യക്തികൾക്കും എല്ലാ കഴിവുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ വിജയിക്കുന്നവരെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, ഓരോ ദിവസവും പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഓരോ ആഴ്ചയിലും ചെറിയ ഒരു പ്ലാനിങ് ഉണ്ടാക്കുക. പ്ലാൻ കൃത്യമായിട്ട് നമുക്കൊരു മിനിമം 2 ഫാമിലി ബോണസ് എങ്കിലും ഓരോ ആഴ്ചയിലും വാങ്ങുന്ന ലെവലിലേക്കുള്ള ചെറിയ പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുക. നമുക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യുക. നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഇന്ന് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നമ്മൾ കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ അറിവുകൾ, നമ്മൾ ഓരോ ദിവസവും മനുഷ്യന് ഈ പറഞ്ഞ പോലെ അറിവുകൾ കൂടിക്കൊണ്ടേയിരിക്കും. മനുഷ്യന്റെ പ്രത്യേകതയാണ്. നമുക്കറിയാം മനുഷ്യന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൃഗങ്ങളെല്ലാവരും പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് കുടിക്കേണ്ട സ്ഥലം കൃത്യമായിട്ട് അതിനറിയാം. അത് തനിയെ എഴുന്നേറ്റ് പാല് കുടിക്കുന്ന മനുഷ്യ കുഞ്ഞിന് മാത്രം നമ്മൾ എടുത്തു കൊടുക്കണം എങ്കിലും മാത്രമാണ്. മനുഷ്യന്റെ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നത് ബുദ്ധി വളരാനുള്ള കണ്ടന്റ് ആണെങ്കിൽ മൃഗങ്ങളുടെ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നത് മസിൽ വളരാനുള്ള കണ്ടന്റ് ആണ്. അതുപോലെ തന്നെ മനുഷ്യന് മാത്രമാണ് തിരിച്ചറിവ് ഈശ്വരൻ തന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഈ പ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്ട് 10,000 കോടി നക്ഷത്ര കൂട്ടങ്ങളെയാണ് മനുഷ്യൻ കണ്ടെത്തിക്കുന്നത്. അതില്
ഒരു നക്ഷത്രത്തിന്റെ അകത്തുള്ള കുറെ ഗ്രഹങ്ങളിൽ ഏറ്റവും ചെറിയൊരു ഗ്രഹം മാത്രമാണ് നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത്. ഇപ്പൊ ഭൂമിയേക്കാൾ 300 ഇരട്ടി വലിപ്പമുണ്ട് നമ്മുടെ സൂര്യന്. അപ്പൊ ഈ ഭൂമിയിൽ കോടിക്കണക്കിന് ജീവവർഗങ്ങളുണ്ട്. അതിൽ ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന ഒരു വർഗത്തിൽപ്പെട്ടതാണ് മനുഷ്യൻ. ഈ മനുഷ്യന് ഓരോ ദിവസവും ഈശ്വരൻ പുതിയ പുതിയ അറിവുകൾ തന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് മാത്രം പവർ ഉണ്ടെന്ന് നമ്മൾ ഓരോ വ്യക്തികൾ മനസ്സിലാക്കുക. നമ്മുടെ തലച്ചോറിന്റെ പവർ അപാരമാണ് നമ്മൾ മനസ്സിലാക്കുക. ഏതാണ്ട് അതുപോലെ തന്നെ നമ്മളെപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ പോസിറ്റീവ് കൾച്ചർ ബിൽഡ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളുകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പൂവർ മൈൻഡ് സെറ്റിൽ റിച്ച് ആവില്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മളെപ്പോഴും റിച്ച് മൈൻഡ് സെറ്റിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. നമ്മൾ റിച്ച് ആണെന്ന് നമ്മുടെ അൺകോൺഷ്യസിന് ഉപബോധ മനസ്സിന് തോന്നണം. ആ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ മൈൻഡ് സെറ്റിന് കൊടുക്കുന്ന ഫുഡ് വളരെയധികം പ്രാധാന്യമാണ്. നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി ഫുഡ് കഴിക്കുന്നു, നമുക്ക് ആരോഗ്യം കിട്ടുന്നു. എന്നാൽ നമ്മൾ പോയിസൺ കഴിച്ചു കഴിഞ്ഞാൽ ഛർദി ഉണ്ടാവാം, ലൂസ് മോഷൻ ഉണ്ടാവാം, അങ്ങനെ പല രീതിയിലുള്ള ഡിസ്റ്റർബൻസുകൾ ഉണ്ടാവാം. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബ്രെയിനിന് നല്ല ഫുഡ്, നല്ല അറിവുകൾ, നല്ല നോളജുകൾ നമ്മൾ ബ്രെയിനിന് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ചിന്തകൾ നമുക്കുണ്ടാവും, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും. അത് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാൻ കാരണമാവുക എന്നുള്ളതാണ്. നമ്മള് നല്ലൊരു എന്താ പറയുക, നമ്മുടെ പ്രസന്റേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നമ്മൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. ഒരു ക്വാളിറ്റിയുള്ള ലീഡറായി മാറാനായിട്ട് ഓരോ വ്യക്തികളും ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പ്, നല്ല നല്ല ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ താഴെ വരുന്ന ആളുകളിൽ ഒരുപാട് എന്താ പറയുക, നല്ല ജോലിക്കാരുണ്ടാവാം, ബിസിനസ്സുകാരുണ്ടാവാം, ബാങ്ക് മാനേജർമാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും. ഇങ്ങനെ പല രീതിയിലുള്ള ബന്ധങ്ങൾ നമുക്ക് വരും, കമ്മ്യൂണിക്കേഷൻ വരും. ഈ കമ്മ്യൂണിക്കേഷൻ നല്ല റിലേഷൻഷിപ്പ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആരോഗ്യമുള്ള ഒരു ശരീരം എന്നുള്ള ഒരു അസറ്റാണ്. അതുകൊണ്ട് നമ്മുടെ നല്ല നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക. അതിരാവിലെ എഴുന്നേൽക്കുന്ന ശീലം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. രാവിലെ ചെറിയ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക. ഈശ്വരനോട് നന്ദി പറയുക. അതുപോലെ തന്നെ കൃത്യസമയത്ത് ഉറങ്ങുക. നമ്മുടെ ആരോഗ്യം വളരെ പ്രാധാന്യമാണ്. അതുകൊണ്ട് നമ്മുടെ എനർജി വളരെ പ്രധാനമാണ്. നമ്മുടെ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കണ്ട് മുമ്പോട്ട് പോവുക. നമ്മുടെ മൈൻഡ് അനുസരിച്ചാണ് നമ്മുടെ സക്സസ്. ലൈഫിൽ ഡിസിഷൻ വളരെ പ്രധാനപ്പെട്ടാണ്. ഉറച്ചൊരു തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മനോഭാവം, നല്ല മനോഭാവത്തിൽ നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഈ ബിസിനസ്സിൽ എന്നും നോളജുകൾ നമുക്ക് അനിവാര്യമാണ്. എന്നും പഠിച്ചുകൊണ്ടിരിക്കുക. കിട്ടുന്ന ലീഡേഴ്സിനുള്ള അറിവുകൾ, ഇന്നലെ ഈ പറഞ്ഞതുപോലെ നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം കൃത്യം 9 മണിക്ക് ഉണ്ടായിരുന്നു. എനിക്കതിൽ കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, സഫിയ മാഡത്തിനോട് പ്രോഗ്രാം ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു, ഒന്ന് എഴുതി വെക്കാൻ പറഞ്ഞു. പക്ഷെ കേട്ടിരുന്ന് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. വന്നപ്പോ ഇടയ്ക്കൊന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നത്തെ MC-യുടെ പോസ്റ്ററിനോട് ഉറക്കം പോയി എന്നും പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നമ്മളെപ്പോഴും നമ്മൾ മാക്സിമം നമ്മുടെ നോളജുകൾ കരസ്ഥമാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കണമെങ്കിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഓരോ കാര്യങ്ങളും പഠിച്ചും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടെ കൊണ്ട് മുമ്പോട്ട് പോവുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒന്നും പ്രിപ്പറേഷൻ കാര്യമായിട്ട് ചെയ്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ആരുടെ മുമ്പിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റുകളാണ്. ഘട്ടം വരെയാണ്, കുറച്ച് സ്ട്രഗിളും ബുദ്ധിമുട്ടും
ബിഗിനേഴ്സിനൊക്കെ കുറച്ച് സ്ട്രഗിളും ബുദ്ധിമുട്ടും വരുന്ന സമയങ്ങൾ, തുടക്ക സമയങ്ങളൊക്കെ ആണ്. ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ലെവൽ ഉയർന്നു വരാൻ പറ്റും. കാരണം നമ്മൾ എന്താണോ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ താഴെ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മളെ വിളിച്ചുകൊണ്ട് പ്രൊഡക്റ്റ് മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുവരെ കുറച്ച് ബുദ്ധിമുട്ടും സ്ട്രഗിളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പം നമുക്കറിയാം, ഓരോ ഈ ബിസിനസ് ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എക്സ്പെൻസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് റിട്ടേൺ നമ്മളിലേക്ക് വരും. അപ്പം ആരുടെ മുമ്പിലും നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇന്നലെയും ഞങ്ങൾ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ലീഡേഴ്സ് ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. ലീഡേഴ്സിനെ മെയിൻ ആയിട്ട് വിളിച്ചത് നമ്മുടെ ഡെഡ് ആയി കിടക്കുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ ടീമിൽ. അപ്പൊ അവരെയൊക്കെ കാണാനായിട്ട് അവർക്കൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ ഞാൻ പല പ്രാവശ്യം പോവുമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് അവർക്ക് വരാറില്ല. അപ്പം ലീഡേഴ്സ് ഒക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു റിട്ടേൺ ഇതിലേക്ക് ഒരു ബിസിനസ് കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിച്ചത്. അപ്പൊ ആ രീതിയിലൊക്കെ മുമ്പോട്ട് പോകുന്നു. നല്ലൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലെത്തണം. ഞാനൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ബിസിനസ്സിൽ മുമ്പോട്ട് പോകുന്നു. എല്ലാ കാര്യങ്ങളും പഠിച്ചും മനസ്സിലാക്കിയും ട്രെയിനിങ്ങുകൾ പ്രോഗ്രാമുകളെല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. ആദ്യത്തെ തുടക്കം സ്റ്റാർട്ടിങ് ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് സംസാരിച്ചിട്ടില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറവുകളുണ്ട്. ഇപ്പൊ എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു ലീഡേഴ്സ്. താങ്ക് യു അബ്ബാസ് സാർ. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിലും വളരെ വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. അപ്പൊ അതെല്ലാരും കൊണ്ടുകൊണ്ട് നമ്മുടെ ബിസിനസ് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് കൊണ്ട് എല്ലാവരും ശ്രമിക്കുക. കഴിഞ്ഞുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പം നമ്മുടെ ഗ്രേറ്റ് ലീഡർ മന്യ സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, പറയാൻ വാക്കുകളില്ല. നമ്മുടെ എന്താ പറയാ, തൃപ്പൂണിത്തുറയുടെ മണ്ണിൽ നിന്നും നമുക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ എന്നും നമുക്ക് മോട്ടിവേഷൻ തരികയും നമ്മുടെ ഈ മീറ്റിങ്ങിൽ എന്നും ഒരു ഗസ്റ്റ് ആയിട്ട് നമുക്ക് വന്ന് സാറിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നും വർക്കിനും. പക്ഷെ എനിക്ക് വീട്ടിലെ സാഹചര്യങ്ങൾ, രാവിലെ തന്നെ നമ്മൾ ലേഡീസ് അല്ലേ, പിള്ളേരുടെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാതെ പറ്റില്ലല്ലോ. സാറ് പറയുന്ന ഇപ്പൊ തന്നെ വെക്കോ, ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ എന്ന് പറയുന്ന ആ വാക്കുകൾ വളരെ എന്താ പറയാ, നമുക്ക് എവിടെ പോകേണ്ടതെന്നുള്ള ഒരു മോട്ടിവേഷൻ ആണ് സാറ് തരുന്നത്. മനോജ് സാറ് തിരക്കിലായിരിക്കും, സാറില്ല. അപ്പൊ നമ്മുടെ മറ്റൊരു ഗ്രേറ്റ് ലീഡർ നമ്മുടെ അഭിലാഷ് സാറുണ്ട്. സാറ് വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം അഭിലാഷ് സാർ. നമസ്കാരം. എനിവേ നമ്മുടെ അബ്ബാസ് സാറ് വളരെ അദ്ദേഹത്തിന്റെ നാൾ വഴികളെ കുറിച്ചൊക്കെ വളരെ നന്നായി സംസാരിച്ചു. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ്. ഓരോ മനുഷ്യരും ഓരോ കഥകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഓരോ മനുഷ്യർക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും. ജീവിതത്തിൽ നമ്മൾ നേരിട്ടിട്ടുള്ളതും അതല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതുമായിട്ടുള്ള നിരവധി സംഭവങ്ങളുണ്ട്. ഓരോ മനുഷ്യരോട് നമ്മൾ ഇടപെടുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നിരന്തരം ഈ ഒരു മേഖലയിൽ നമ്മൾ വരുമ്പോഴാണ് ഇത്രയൊക്കെ ആളുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ, ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടോ. നമ്മളിന്ന് പല ആളുകളുടെയും അനുഭവങ്ങളൊക്കെ പല ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. അത് ബിസിനസ് പരമായിട്ടും അവരുടെ ജീവിതപരമായിട്ടൊക്കെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഇന്നലെ രാത്രിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അബ്ബാസ് സാർ ഞങ്ങൾ ഒരുമിച്ച് ഒരു വർക്ക് കഴിഞ്ഞിട്ട് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തോട് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഈ പട്ടാളക്കാര് അവര് യുദ്ധം പ്രഖ്യാപിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന പോലെ ഒരു നെറ്റ്വർക്കറെ സംബന്ധിച്ചിടത്തോളം സദാ സജ്ജരായിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ അപ്രതീക്ഷിതമായിട്ടൊക്കെ ചിലപ്പോ നമ്മുടെ ലീഡേഴ്സ് നമ്മളോട് സംസാരിക്കാൻ പറയും. അതല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പറയും. ആ ഒരു സമയത്ത് യാതൊരുവിധ മടിയുമില്ലാതെ
യാതൊരുവിധ ഇതില്ലാതെ നമുക്ക് കയറാനായിട്ടും കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ ആ ഒരു പ്രാപ്തിയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് യഥാർത്ഥ ഒരു ലീഡർഷിപ്പിലേക്ക് നമ്മൾ മാറുന്നത്. പല സാഹചര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് നമ്മൾ ഈ 1-to-1 പ്രസന്റേഷൻ ഒരാളോട് മുഖത്ത് നോക്കി അദ്ദേഹത്തോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് പലപ്പോഴും ഒരു വിമുഖത കാണിച്ചിരുന്ന ആളാണ് തുടക്ക സമയത്തൊക്കെ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആദ്യ കാലഘട്ടങ്ങളുടെ കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ പറയാനായിട്ടുള്ള നമ്മുടെ ഒരു വിമുഖത നമ്മള് അത് അങ്ങനെ തന്നെ തുടർന്നാൽ എനിക്ക് സക്സസ് ആവാൻ കഴിയില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവിലാണ് പിന്നീട് പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ ലീഡേഴ്സ് പറയുന്നതനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഈ മേഖലയിൽ ചെയ്യാനായിട്ടും ചെറിയ ചെറിയ അച്ചീവ്മെന്റുകളിലേക്ക് എത്താനായിട്ടൊക്കെ കഴിഞ്ഞത്. ഇതിലിരിക്കുന്ന ഓരോ മനുഷ്യരും ഓരോ വ്യക്തികളും നമുക്ക് എല്ലാവർക്കും ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളാണ്. ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊച്ചു കൊച്ചു ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം പ്രോഗ്രാമുകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞതുപോലെ സംസാരിക്കാനുള്ള അവസരം നമുക്ക് ഇവിടെ ഉണ്ട്. ആ അവസരത്തെ വിനിയോഗിക്കുന്നവരാണ് പല ആളുകളും. പല ആളുകളെയും നിങ്ങൾക്കറിയാം, ഞാൻ പല ആളുകളെയും വിളിക്കാറുണ്ട് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാർ ഈ ഒരു കാര്യം നമ്മളെ ഏൽപ്പിക്കുന്ന സമയത്ത് ഒരു സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് ചില ആളുകൾ കുറച്ച് ദിവസം കഴിയട്ടെ, 2 ദിവസം കഴിയട്ടെ, ഒരാഴ്ച കഴിയട്ടെ എന്നൊക്കെ ചില സമയത്ത് ചില ആളുകൾ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോ നമുക്ക് നഷ്ടമാകുന്നത് വലിയൊരു അവസരമാണ്. നമുക്ക് ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഇതിങ്ങനെ സംസാരിച്ചു തുടങ്ങിയാൽ മാത്രമേ നെറ്റ്വർക്കിംഗ് സക്സസ് ആവുള്ളൂ എന്നുള്ളതാണ്. സംസാരിക്കേണ്ട ബിസിനസ്സാണ്. നമ്മൾ പറയാതെ മിണ്ടാതെ എവിടെയെങ്കിലും അടങ്ങിയിരുന്നാൽ അല്ലെ ഹംസ സാറേ, നമ്മൾ ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴല്ലേ നമുക്ക് ഈ ബിസിനസ്സിലൂടെ എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടും. ഇതിൽ പറയാതെ ഒരു മനുഷ്യന് സക്സസ് ആയിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ ഒരു വ്യക്തി, കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരു സ്ത്രീ 1 കോടി രൂപ അച്ചീവ് ചെയ്തത് ഈ ബിസിനസ്സിലൂടെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 കണ്ണ് കാണാൻ കഴിയില്ല. നമ്മളെ പരിമിതികളെ കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ടല്ലോ പലപ്പോഴും. നമ്മൾ പരിമിതികളെ കുറിച്ചൊക്കെ ആലോചിക്കും, എനിക്ക് അങ്ങനെ പറയാനറിയില്ല, ഇങ്ങനെ പറയാനറിയില്ല, പല പല കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ക്യൂസസ് ആയിട്ട് പറയാറുണ്ട്. പക്ഷെ 2 കണ്ണും കാണാത്ത ഒരു സ്ത്രീ അവര് ഈ ബിസിനസ്സിൽ കൂടി 1 കോടി രൂപ അച്ചീവ് ചെയ്തു. ഇന്നിപ്പോ അതിലേറെ വരുമാനം മേടിച്ചിട്ടുണ്ട്. ആ 2 കണ്ണും കാണാത്ത സ്വന്തം മകളെ കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് ഓരോ ആളുകളോട് ഈ ബിസിനസിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമ്മുടെ പരിമിതികളൊക്കെ എവിടെ പോയി നമ്മൾ ചിന്തിക്കുക. ഇതെല്ലാം ഉണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഈശ്വരൻ അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും കഴിവുള്ള ആളുകളാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ചില സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ബാക്ക് ഫുഡ് വെച്ച് നിൽക്കാറുണ്ട്. അങ്ങനെ നിൽക്കുമ്പോ നിങ്ങളെ തന്നെയാണ് പിന്നിലേക്ക് നയിക്കുന്നത്. നമ്മൾ ഓരോരുത്തരുമാണ്. നമുക്ക് വിജയവും പരാജയവും ഒക്കെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ആ വിജയത്തിന്റെ ഉത്തരവാദിത്വവും പരാജയത്തിന്റെ ഉത്തരവാദിത്വവും നമ്മളിൽ തന്നെയാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. വിജയവും പരാജയവും ഒക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് എക്സ്ട്രാ നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട് അല്ലെ? എക്സ്ട്രാ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്നവരാണ് ഈ കൂട്ടത്തിരിക്കുന്ന ആളുകൾ. എല്ലാവരും എക്സ്ട്രാ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. നമുക്ക് എക്സ്ട്രാ കാര്യങ്ങൾ, എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളല്ലേ? ആണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രോഗ്രാം അവസാനിപ്പിക്കാം. കുറെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. യെസ്, എക്സ്ട്രാ വേണം. യെസ്, എക്സ്ട്രാ വേണം. യെസ് 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 ബബിത മാഡം, താങ്ക് യു. ഓ സാർ, ഓഫ് കോഴ്സ് വേണം. യെസ്, താങ്ക് യു ഓൾ. ഈ എക്സ്ട്രാ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നമ്മളിലേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കാര്യങ്ങൾ, താങ്ക് യു, എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരും ആക്റ്റീവായിട്ടുണ്ട്. വളരെ വളരെ സന്തോഷം. താങ്ക് യു ലുരേസ്. അപ്പൊ നമ്മളെല്ലാവരും എക്സ്ട്രാ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷെ എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത്
എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ എല്ലാം എക്സ്ട്രാ വേണം അല്ലെ. അഡീഷണൽ വരുമാനം അത് എക്സ്ട്രാ ആണ്, അത് എക്സ്ട്രാ വരുമാനമാണ്. നമുക്ക് നന്നായി പ്രസന്റ് ചെയ്യണം എക്സ്ട്രാ കാര്യങ്ങൾ. ഇതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഒരു ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാവൂ. നമ്മൾ ഇൻപുട്ട് ഇല്ലാതെ ഒരിക്കലും ഒരു ഔട്ട്പുട്ടിനെ കുറിച്ച് ചിന്തിക്കരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു ഇൻപുട്ട് ഇല്ലാതെ ലോകത്ത് ഇന്ന് വരെ ഒരു ഔട്ട്പുട്ട് ഒരാൾക്കും കിട്ടിയില്ല. ഭാഗ്യം കൊണ്ട് ചില ആളുകൾ പറയും അദ്ദേഹം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്, അദ്ദേഹത്തിന് അങ്ങനെ കിട്ടിയതാണ്, ഇങ്ങനെ കിട്ടിയതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആ ഷാജിക പറഞ്ഞ് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ തയ്യാറാകുന്ന ആളുകൾക്ക് മാത്രമാണ് എക്സ്ട്രാ കിട്ടുള്ളൂ. ഇവിടെ ആരെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ അതിന്റെ പിന്നിൽ ഒരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ടിനെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല, പറയാറില്ല, ഒരാളും പറയാറില്ല. ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട സതീഷ് നമ്മുടെ രമേശ് സാറ് ട്രെയിനർ, അദ്ദേഹത്തിന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് എത്ര പേരുണ്ട്? ഇന്നലത്തെ രാത്രിത്തെ പ്രോഗ്രാം ഇന്നലെ ഒരു നമ്മുടെ പ്രിയപ്പെട്ട യെസ് സത്യ സാർ ഉണ്ടായിരുന്നു. കുറെ ലീഡേഴ്സിന്റെ അകത്തിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഉണ്ടായിരുന്നു. ഒരു പുസ്തകത്തെ കുറിച്ച്, പുസ്തക വായനയെ കുറിച്ച്, നമ്മുടെ ഹാബിറ്റുകളെ കുറിച്ച് നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. മനോജ് സാറൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു 250-250 വരുന്ന ആളുകൾ ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കുറെ കാര്യങ്ങൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നമ്മുടെ ഒരു വായനാശീലം നമ്മൾ വളർത്തിയെടുക്കേണ്ടതും, നമ്മൾ പലപ്പോഴും ഈ വായനാശീലത്തിൽ നമ്മൾ എഴുതാനും വായിക്കാനും അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ്. പല ആളുകളും ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇന്നലെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്, പല ആളുകളും മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഒരു മാറ്റമാണ്. ഞാൻ പറയാണ്, വരുന്ന ഒരു 6 മാസത്തിനിടയിൽ നമ്മുടെ ഈ KBC എന്നുള്ള കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി എത്തിച്ചേരാൻ പോകുന്നത് വലിയൊരു ലെവലിലേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ആ രീതിയിലേക്കുള്ള ഒരു മാറ്റമാണ് നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകുന്നത്. ഓരോ മനുഷ്യരിലും ഉണ്ടാകാൻ പോകുന്നത് അത്തരത്തിലുള്ളൊരു മാറ്റമാണ്. നമ്മളെല്ലാവരും മാറാൻ വേണ്ടി പോവുകയാണ്. കാരണം മാറ്റത്തിന് വേണ്ടി തയ്യാറായി തുടങ്ങി എന്നുള്ളതാണ് ആ ഒരു പ്രോഗ്രാമിലൂടെ, അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകളിലൂടെ നമ്മളെല്ലാവരും ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരിലും അത്തരം ചേഞ്ചസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പുസ്തകത്തിന്റെ 1 പേജും 2 പേജും 4 പേജും ഒക്കെ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വായനാശീലം നമ്മൾ വളർത്തിയെടുക്കുന്ന സമയത്ത് ഒരു വിശാലമായ ഒരു ലോകമുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഉപകാരപ്പെടുന്നത് ഇത്തരം വായനാശീലങ്ങളാണെന്നും, ആ വായനയിലൂടെ ഒരു വിശാലമായ ലോകത്തെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ വിശാലമായ ലോകത്തിൽ നമുക്ക് ഉള്ള നമ്മുടെ സാധ്യതകളെ, നമ്മുടെ ബ്രെയിന്, നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള പങ്ക് ഉണ്ട്. ഒരാളുടെ സക്സസിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഘടകങ്ങളാണ്. നമ്മളൊരു സദ്യയിൽ ആ ഉപ്പ് തൊട്ട് ആ സാമ്പാർ വരെ വിളമ്പുന്ന, അല്ലെങ്കിൽ പായസം വരെ വിളമ്പുന്ന ആ ഒരു സദ്യ എങ്ങനെയാണ് അത് പൂർത്തിയാകുന്നത്, അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഇതേപോലെയാണ് ഒരു മനുഷ്യന്റെ സക്സസിന് കൃത്യമായ രീതിയിലേക്കുള്ള ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള വാല്യൂസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഈ ബിസിനസ്സിൽ സക്സസ് ആകുന്നതിന് വേണ്ടിയിട്ട് അത്തരം ചേരുവകൾ ചേരുന്ന ആ ഒരു ഘട്ടത്തിലാണ് നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു ലീഡർഷിപ്പിലേക്കും ഒരു സക്സസ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കർ ആക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഇത്തരം ഘടകങ്ങളിലൂടെ, ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതാണ്. ആ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ്. അത്തരം പ്രക്രിയയുടെ ഭാഗമാണ് നമ്മുടെ നിരന്തരമുള്ള 6 AM ക്ലബിലുള്ള ഇത്തരം സംസാരങ്ങളും ഇത്തരം വാക്കുകളും. പല ആളുകളുടെയും വാക്കുകൾ നമുക്കറിയാം. അദ്ദേഹം നമ്മുടെ അബ്ബാസ് സാറിൽ നിന്ന് സംസാരിച്ച കാര്യങ്ങൾ, അദ്ദേഹം ട്രഡീഷണൽ ബിസിനസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ആ ട്രഡീഷണൽ ബിസിനസ്സിൽ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ, ഞാനും അത്തരം ട്രഡീഷണൽ ബിസിനസ് ചെയ്ത ആളാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ ലൈബിലിറ്റി മാത്രമാണ് ആ ഒരു ബിസിനസ്സിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് കയറിയിട്ടുള്ള പല ആളുകളും ഇത്തരം ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും. നിങ്ങളുടെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ എടുത്ത് നോക്കിയാൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യും, നമ്മൾ എല്ലാ ജില്ലകളിലും പോകുന്നതാണ്. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നാഷണൽ ഹൈവേയുടെ ഇരുവശങ്ങളിൽ നോക്കിയാൽ തന്നെ ആ കട വാടകയ്ക്ക്, കടമുറി വാടകയ്ക്ക് എന്ന് ഉള്ള ബോർഡുകളാണ് ഇവിടം തുടങ്ങിയ അറ്റം വരെ. അത് മുന്നേ ഒരാൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ ആ ബോർഡ് കാണുന്നതിന് മുന്നേ കുറെ മനുഷ്യർ ആ കടയിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവും. പല കടകളായിട്ട് നടത്തിയിട്ടുണ്ടാവും. ചില ആളുകൾ തുണിക്കട തുടങ്ങും, അത് പിന്നെ ഹോട്ടലായി മാറും. ചില ആളുകൾ അത്
ബേക്കറിയാക്കി മാറ്റി. ഇങ്ങനെ രൂപാന്തരം പ്രാപിച്ചിട്ടുള്ള നിരവധി ഷട്ടറുകൾ ഇന്ന് വാടകയ്ക്ക് കിട്ടുന്നുണ്ട്. അവിടെ ഒരുപാട് മനുഷ്യരുടെ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട സ്ഥാപനമാണ്. ഞാൻ അത്തരം സ്ഥാപനങ്ങൾ കാണുമ്പോൾ ഞാനിങ്ങനെ നോക്കാറുണ്ട്. കാരണം ഞാനും അതേ വഴിയിലൂടെയൊക്കെ പോയതാണല്ലോ എന്നുള്ള ചിന്തകൾ എന്റെ മനസ്സിലുണ്ടാവാറുണ്ട്. ഇത്തരം വാടകയ്ക്ക് എന്നുള്ള ഒരു ബോർഡ് കണ്ടിട്ട് ഞാൻ ഒരു കടയിലേക്ക് കയറി ആ കട വാടകയ്ക്ക് എടുത്തിട്ട് ഒരു 5 വർഷം നടത്തിയപ്പോ എനിക്ക് ആ കടയിലൂടെ നഷ്ടപ്പെട്ടത് ലക്ഷക്കണക്കിന് രൂപയാണ്. ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗും അതും തമ്മിലുള്ള നമ്മുടെ ഒരു കമ്പാരിസൺ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ നടത്തണം. അങ്ങനെ നടത്തിയിട്ടില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, മറ്റുള്ളവന്റെ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള വിജയികൾ എന്ന് പറയാറുണ്ട്. നമ്മൾ ചില ആളുകൾ പറയും ഞാൻ സ്വന്തം അനുഭവത്തിൽ, ഞാൻ അങ്ങനെ ചിന്തിച്ച ആള് സ്വന്തം അനുഭവത്തിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ ബിസിനസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആളുകളുടെ ചിന്ത എന്ന് വെച്ചാല് ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കണം, അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാവണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ ബിസിനസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ബിസിനസ് കൺസെപ്റ്റ് അങ്ങനെയാണ്. ആ കൺസെപ്റ്റിനെയൊക്കെ നമ്മൾ സ്വയം ഫീൽ ചെയ്ത ആളുകളാണ്. ഇനി ഒരിക്കലും ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് പറയുന്ന ഒരു കാര്യം, അത്തരം ഒരു വെല്ലുവിളികൾ നിങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതൊക്കെ മാറി, കാലഘട്ടം ഒരുപാട് മാറിപ്പോയി. ഇന്ന് ഓൺലൈൻ ആളുകൾ പർച്ചേസ് ചെയ്യുന്നു, ആളുകൾക്ക് ഇതെല്ലാം കിട്ടും. നമ്മൾ വിചാരിക്കും ഞാൻ തുണിക്കട നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ല ഫർണിഷ് ചെയ്തിട്ടുള്ള ഒരു നല്ല സ്ഥാപനം നൽകിയാൽ അതിനകത്തൊക്കെ ചെറിയ വരുമാനമൊക്കെ കിട്ടും. ഞാൻ അതിന്റെ വരുമാനത്തെ ആ ബിസിനസ് ഒക്കെ എല്ലാം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ പൈസ ഉള്ളവൻ എന്ത് ചെയ്യാം, അത് കൊണ്ടുപോയിട്ട് വിറ്റിട്ടല്ലേ ചെയ്യാം. പക്ഷെ കടമെടുത്തിട്ടൊരു ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ നശിഞ്ഞു പോകാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇതേപോലത്തെ ഒരു സാഹസികത ചെയ്താൽ മാത്രം മതി. എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അതേ അനുഭവം തന്നെയാണ് ഇന്ന് പങ്കുവച്ച അബ്ബാസ് സാറ് പറഞ്ഞത്. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയിലേക്ക് നമ്മൾ മാറും. അപ്പോ നമ്മളെ ഈ പറഞ്ഞ ആളുകൾ ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ നമ്മളെ പല ആളുകളും നമ്മളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളും നമ്മുടെ കടത്തിന്റെ ബാധ്യതകൾ തീർക്കാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവര് പറയുന്ന കാര്യം ഇത്ര ഉണ്ടാവുള്ളൂ, അവൻ കട നടത്തി കുറെ നാൾ നടത്തി അതിപ്പോ പൂട്ടിയല്ലോ, ഈ ഒരു വാക്ക് മാത്രമേ അവിടെ കേൾക്കാറുള്ളൂ. മറിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വന്ന ഒരാൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അയാളെ പരിഹസിക്കാനായിട്ടും അയാളെ പുച്ഛിക്കാനായിട്ടൊക്കെ ആളുകൾ ഉണ്ടാവും. പക്ഷെ ആ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 1 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെയ്യണം. ഞാൻ നിങ്ങളൊക്കെ വല്ല പൈസ ഇതിനകത്ത് മുടക്കിട്ടോ, ഇതിനകത്ത് ഉണ്ടാക്കിയാൽ മാത്രം മതി, നമ്മൾ ചെയ്താൽ മാത്രം മതി. നമ്മൾ ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രം, ഒരു ആക്ഷൻ പാർട്ട് മാത്രമാണ് നമുക്കിവിടെ അവശേഷിക്കുന്നത്. ഇതില് നമ്മൾ വിട്ടുവീഴ്ചയില്ലാത്ത സന്ധിയില്ലാത്ത ഒരു പോരാട്ടങ്ങൾ നമ്മൾ നടത്താൻ തയ്യാറാണെങ്കിൽ ഇവിടെ സക്സസ് ആയി മാറും. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കാതെ, നിങ്ങൾ പൈസ മുടക്കി വലിയ ബിസിനസിനെ കുറിച്ചൊക്കെ ചിന്തിക്കാതെ, ഈ ബിസിനസ് ഇത്രയും മനോഹരമായ ബിസിനസ്സാണ്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിസിനസ്സാണ്. അതാണ് ഇവിടെ ഇരിക്കുന്ന സക്സസ് ആയിട്ടുള്ള ആരുടെ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും നിങ്ങൾക്കറിയാം. മനോജ് സാറിനെ കുറിച്ച് ഒക്കെ നമ്മൾ എല്ലാ ദിവസവും ഉദാഹരണങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. എല്ലാവരും സക്സസ് ആയിട്ടുള്ള എല്ലാവരും ഈ ബിസിനസ്സിൽ 5 പൈസ മുടക്കാത്ത ആളുകളാണ്, 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളുകളാണ് ഇതിനകത്ത് സക്സസ് ആയിട്ടുള്ളത്. ഈ പുറത്ത് ട്രഡീഷണൽ ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ള, ഇപ്പൊ നമുക്ക് വലിയ ട്രഡീഷണൽ ബിസിനസ്സിൽ വലിയ സക്സസ് ആയിട്ടുള്ള ആളുകളെ എടുത്ത് നോക്കിയാൽ നമ്മുടെ യൂസഫ് അലി സാറിനെയൊക്കെ പോലെ ആ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്ത ആളുകളെയൊക്കെ നമുക്കറിയാം. അവര് ആ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങളുടെ ഒരു അധ്വാനം അവർക്ക് വേണ്ടി വന്നു. ഈ ബിസിനസ് ഒരു 3 വർഷം തുടങ്ങി ഒരു 5 വർഷം വരെ ആ സ്റ്റിക്ക് ഓൺ ആയിട്ട് ചെയ്താൽ, ഈ ബിസിനസ് ആരംഭിച്ചിട്ട് ചില ആളുകളുടെ ഉദ്ഘാടനവും അവസാനവും അതേ ആഴ്ചകൾ തന്നെ നടക്കത്തേക്ക പല ബിസിനസ്സിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോ ഒരു വർഷമൊക്കെ ചില ആളുകൾ മുന്നിലേക്ക് എത്തിക്കും. കാരണം ആരംഭിച്ചു പോയി എന്നുള്ള നാണക്കേടല്ലേ. നമ്മളെപ്പോഴും നാണക്കേടാ. ഞാൻ ഇത് നടത്തി അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തി അത് കൂട്ടാൻ പറ്റാത്ത അവസ്ഥ. അത് അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ ആളുകൾ മാറിപ്പോകുന്നു. പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അതെല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ള ബിസിനസ് ഞാൻ ലോകത്ത് ഇതേപോലത്തെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ് കണ്ടിട്ടില്ല എന്നുള്ള. മറ്റുള്ളവന്റെ കഴിവിനെ, മറ്റുള്ളവന്റെ ആരോഗ്യത്തെ, മറ്റുള്ളവന്റെ കപ്പാസിറ്റിയെ, മറ്റുള്ളവന്റെ സമയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ അവസരം. ഇതാണ് ഏറ്റവും മഹത്തരമായ അവസരം എന്നുള്ളത് നമ്മൾ പല പ്രോഗ്രാമുകളിലും പല കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ മഹത്വത്തെ കുറിച്ച് ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാർ ഒരുപാട് സ്കോപ്പ് ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള സബ്ജക്റ്റിൽ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചു. സക്സസ് ആയിട്ടുള്ള ഓരോ മനുഷ്യരും
ഓരോ ലീഡേഴ്സും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നമ്മൾ പ്രയോഗിക്കുക എന്നുള്ള മാത്രമേ നമ്മൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തമുള്ളൂ. ഇന്നത്തെ ഒരു ദിവസം, ഈ ഒരു ദിവസം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെ? ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എന്ത് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്? ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഈ ബിസിനസ്സിൽ നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മിനിമം, ഞാൻ പറയാണ്, മിനിമം ഒരു 5 വ്യക്തികളെങ്കിലും ഇന്ന് കാണാൻ തയ്യാറാകുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ വർക്കിനെ കുറിച്ച് ഇവിടത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കൊരു ബോസ് ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാനിന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഒരാളും എന്നെ വിളിച്ചിട്ട് ചോദിക്കില്ല എന്ത് പ്രവർത്തിക്കാത്തത്. യെസ്, ജെമോൻ സാർ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇന്ന് ഒരു 5 വ്യക്തികളെ കാണുമെന്ന് തീരുമാനിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? പുതിയ ഒരു 5 വ്യക്തികളെ ഇന്ന് എന്റെ ബിസിനസ് ഇത്രയും ദൈവത്തിന്റെ കയ്യൊപ്പുള്ള നമ്മളെല്ലാവരും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള ഈ ബയോട്ടോറിയം ബിസിനസ് ഒരു 5 വ്യക്തികളോട് ഞാൻ പറയുമെന്ന് തീരുമാനിച്ചിട്ടുള്ള എത്ര വ്യക്തികളുണ്ട്? ഹംസ സാർ പറയും, ഇവരെല്ലാം പറയുമെന്ന് പറയുന്ന മിനീഷ് സാർ പറയും എന്ന് തീരുമാനിച്ച ആളുകളാണ്. ഇത് പറയുമെന്ന് പറഞ്ഞാൽ, പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ട് വരുന്ന ആളുകളാണ്. അത് ഉറപ്പായിട്ടും ചെയ്യും എന്ന് നാളത്തെ 6 AM ക്ലബിൽ അവരുടെ കമന്റ് ബോക്സിൽ അവർ രേഖപ്പെടുത്തും. ഞാൻ ഇത്ര ആളെ കണ്ട് ഇത്ര സെയിൽസ് കിട്ടിയെന്നുള്ള നമ്മുടെ സെയിൽസിന്റെ ഗീത ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. നമ്മുടെ മനീഷ് സാറ്, മനോജ് സാർ 3 അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. എല്ലാവരും വർക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകളാണ്. എന്തായാലും ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് ഇവർക്കൊക്കെ മാത്രമാണ് റിസൾട്ട് കിട്ടുന്നത് കേട്ടാ. ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇന്ന് എന്ത് ചെയ്യണമെന്ന് ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ടാവും. ഇനി ഇന്നലെ തീരുമാനിക്കാത്ത ആളുകളെ സംബന്ധിച്ച് ഇപ്പൊ തീരുമാനിക്കാനുള്ളതാണ്, അല്ലെ? സഡൻ ആക്ഷൻ ആണ്. യെസ് മതിച്ചേട്ടൻ, യെസ്, ഇപ്പൊ തീരുമാനിച്ചിറങ്ങിയ എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇതിനു വേണ്ടിയിട്ട് ഒരു വലിയ ഒരു റോക്കറ്റ് സയൻസ് ഒന്നും ഇവിടെ പഠിക്കാനില്ല എന്നുള്ളതാണ്, അല്ലെ? ഇത് പറയാനായിട്ട് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കാനില്ല എന്നുള്ളതാണ്. ഏറ്റവും കുഞ്ഞു കാര്യങ്ങൾ, യെസ്, ഏറ്റവും കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ചെയ്യാന്നുള്ളതാണ്. ഒരു 5 വ്യക്തികൾ ഇതിനകത്ത് ഇപ്പൊ ഏകദേശം 10-15 പേരോളം കമന്റ് ചെയ്തായിരുന്നു ഞങ്ങൾ പോയി കാണുമെന്നുള്ളത്. പല ആളുകൾക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, ചെയ്യും എന്ന് തീരുമാനിച്ചു. ചില ആളുകൾക്ക് കമന്റ് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ വന്നിട്ട് ഇങ്ങനെ ചേച്ചി അപ്പൊ ഇത് പറയാതെ എഴുതാനൊക്കെ പറഞ്ഞ ചില ആളുകൾക്ക് ഇതിലൊക്കെ ടൈപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. പക്ഷെ മനസ്സിൽ തീരുമാനിച്ച ആളുകളാണ്, ഞാൻ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ആളുകളാണ്. നാളത്തെ ദിവസം സെയിൽസ് എടുത്തിട്ട് ഈ 6 AM ക്ലബിൽ വന്നിട്ട് രാവിലെ ഓൺ ചെയ്യുമ്പോൾ തന്നെ പറയുക, ഞാൻ ഇന്നലെ പോയി കണ്ട് ഇത്ര ആളെ കണ്ട്. നമ്മുടെ സെയിൽസ് റേഷ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് കമ്പനികളെ ആളുകൾ ഒരു 10 ആളെ കാണുമ്പോൾ 2 സെയിൽസ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു സെയിൽസ് ഇന്നലെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. യെസ്, താങ്ക് യു. നാളെ ചെയ്യേണ്ടത് ഇന്ന് തന്നെ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പല കാര്യങ്ങളും, പ്രധാനപ്പെട്ട കാര്യങ്ങള്. നാളെ ചെയ്യേണ്ടത് ഇന്ന് തന്നെ തീരുമാനിച്ചിറങ്ങുക. നാളെ നിങ്ങൾ വരുമ്പോ 6 AM ക്ലബിൽ രാവിലെ 5:55 നമ്മുടെ മൈക്ക് ഓൺ ആവും. ആ സമയത്ത് നിങ്ങൾക്ക് കയറി ഇരുന്ന് പറയാം, ഞാൻ ഇന്നലെ 5 ആളെ കണ്ടു, എനിക്ക് ഇത്ര സെയിൽസ് കിട്ടി. ഉറപ്പായിട്ടും അത് പറയണം. അത് പറയാൻ പറ്റും. കാരണം അതാണ് നമ്മുടെ ഈ ബയോട്ടോറിയത്തെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. മറ്റ് കമ്പനികൾ ഞാൻ പറഞ്ഞു വന്നതാണ്, മറ്റ് കമ്പനികൾ ഒരു 10 ആളെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു സെയിൽസ് കിട്ടുമെങ്കിൽ നമ്മൾ 10 ആളെ കണ്ടാൽ 8 സെയിൽസ് കിട്ടും എന്നുള്ളതാണ്. മിനിമം ഒരു 5 സെയിൽസ് കിട്ടാനുള്ള ചാൻസ് ഉള്ള ഒരു പ്രൊജക്റ്റ് ആണ് നമ്മുടെ, ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ. പക്ഷെ പറയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കിട്ടാത്തത്. ലോകത്ത് ആരും വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ട് ബയോട്ടോറിയം പ്രൊഡക്റ്റ് വേണം എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന ആരും ഇന്ന് വരെ പൈസ തന്നിട്ടില്ല. ഇവിടെ സക്സസ് ആയിട്ടുള്ള ആളുകളുടെ വീട്ടിൽ ആരും അങ്ങനെ കൊണ്ടുവന്ന് തന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. അത് നമ്മൾ പോയി മേടിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പൊ പോയി മേടിക്കുക, നമുക്ക് വരുമാനം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ ചെന്ന് സംസാരിച്ച് അവരോട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുക, അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. നാളെ വരുമ്പോ നിങ്ങൾക്ക് അങ്ങനെ സെയിൽസ് കിട്ടിയതായിട്ടും നിങ്ങളുടെ ബിസിനസ് ഒരു വ്യക്തി മതി കേട്ടോ. ഒരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നാൽ ഈ കാര്യങ്ങൾ മുഴുവനും മാറി മറിയും. ഒരൊറ്റ വ്യക്തി, ഒരു തീയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ സക്സസ് ആരംഭിച്ചു എന്നുള്ളതാണ്. ചിലപ്പോ ഇപ്പോഴും വന്നിട്ടുണ്ടാകും, നിങ്ങൾ അതൊക്കെ കാണാതെ, നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ അത്തരത്തിലുള്ള ആളുകൾ, കപ്പാസിറ്റി ഉള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ടാവും.
പലപ്പോഴും നമ്മൾ അവരെ കാണുന്നില്ല, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവരോടൊന്ന് പേഴ്സണലി പോയിരുന്ന് സംസാരിച്ചാൽ, അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അവൻ നമ്മുടെ കൂടെ നിൽക്കാനായിട്ട്, അല്ല അവള് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വ്യക്തികളായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ ഈ സ്വർണ്ണപാത്രം വെച്ചിട്ട് ആ ഭിക്ഷ അന്വേഷിച്ച് നടക്കുന്നത് പോലെ പലപ്പോഴും ഇത് അന്വേഷിച്ച് നടക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, അത്തരം വ്യക്തികൾ നമ്മുടെ ബിസിനസ്സിലേക്ക് എന്ന് വരുന്നോ അന്ന് തുടങ്ങി നമ്മുടെ ബിസിനസ് സക്സസ് ആയി എന്നുള്ളതാണ് എന്റെ അനുഭവം. അങ്ങനെയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് യൂനസ് സാറിനെ നിങ്ങൾക്ക് പല ആളുകൾക്ക് പറയാം. അദ്ദേഹത്തെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ആ ഒരു സമയം മുതൽ എന്റെ ബിസിനസ് റോക്കറ്റ് വേഗതയിൽ പോകാൻ തുടങ്ങി എന്നുള്ളത്. കാരണം അദ്ദേഹം എന്നേക്കാൾ ആവശ്യക്കാരനായിട്ടുള്ള ഒരാൾ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരുടെ ലൈഫിൽ അങ്ങനെ ഇതിൽ സക്സസ് ആയിട്ടുള്ള ആരുടെ ലൈഫിലും അങ്ങനെ അത്തരം ആളുകൾ കടന്നു വന്നിട്ടുണ്ടാവും. നമുക്കും അങ്ങനെ വരും. ഒരു ദിവസം അത്തരം ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്കും കടന്നു വരും, നിങ്ങളുടെ ബിസിനസ്സിലേക്കും കടന്നു വരും. അത് ഇന്നാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുക എന്നുള്ള കാര്യം, ഞാൻ മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഇറങ്ങി പുറപ്പെടാനായിട്ട് ഈ നിമിഷം റെഡിയായി വരുന്ന ഒരു അരമണിക്കൂറിനുള്ളിൽ ഫീൽഡ് ആക്ടിവിറ്റീസുകളിലേക്ക് നമ്മൾ വ്യാപൃതരാകുക. നിങ്ങളിലേക്ക് ദൈവം ആ ഒരു സക്സസ് കൊണ്ടുതരും. എന്നിലേക്കും ഈ റൂമിലിരിക്കുന്ന എല്ലാവരെയും സക്സസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ബയോട്ടോറിയത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്രയും ലളിതമായ ഒരു ബിസിനസ്, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് നമുക്ക് തന്നിട്ടുള്ളത് നമ്മളെ അറിഞ്ഞുകൊണ്ട് തന്നിട്ടുള്ള ബിസിനസ് ആണ്. അറിഞ്ഞോ അറിയാതെയോ ഞാൻ നിങ്ങളും ഈ ബിസിനസിന്റെ പാർട്ടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും സക്സസ് ആവാൻ വേണ്ടി കഴിയുന്ന ഈ മഹത്തരമായ ഒരു ബിസിനസ്, ഇന്നത്തെ ഒരു ദിവസം ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവും കൂടിയാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ചെയ്തത് എന്നുള്ളത് വളരെ 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 വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കിയത്. എനിക്കും അത്തരം അനുഭവമാണ്. കാരണം സഫിയ മേഡം ആണെങ്കിലും വളരെ മനോഹരമായി സംസാരിക്കുകയും മറ്റുള്ളവരോട് ഈ ബിസിനസിനെ കുറിച്ചൊക്കെ പറയാനായിട്ട് കപ്പാസിറ്റിയുള്ള ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സഫിയ മേഡം. സഫിയ മേഡത്തിനുള്ള നന്ദിയും സ്നേഹവും ഒക്കെ രേഖപ്പെടുത്തുന്നു. വലിയൊരു അച്ചീവറായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അടുത്ത നമ്മുടെ മേഡത്തിന്റെ ഹസ്ബൻഡ് അബ്ബാസ് സാറാണ് നമ്മളുമായിട്ട് സംസാരിച്ചത്. ഒരു മടിയുമില്ലാതെ പറഞ്ഞ മാത്രയിൽ തന്നെ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ രാവിലത്തെ സംസാരം അല്ലെങ്കിൽ ഇന്ന് സെക്ഷൻ ചെയ്യാമെന്ന് ഏറ്റ വ്യക്തിയാണ്. അതുപോലെ ആ ഒരു ഏറ്റെടുക്കാനുള്ള ഒരു മനോഭാവമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അബ്ബാസ് സാറ്. അദ്ദേഹത്തിന് ഈ ബിസിനസ്സിലൂടെ വലിയ ഒരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയാണ്. ഒരു സംശയവും വേണ്ട, വരുന്ന ഒരു 1 year കൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര നമ്മുടെ ബയോട്ടോറിയത്തിൽ പതിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ മാറുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട അബ്ബാസ് സാർ. അബ്ബാസ് സാറിനോടുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ 6 AM ക്ലബിനെ ഇത്രയും എഫക്റ്റീവ് ആക്കി കൊണ്ടുപോകുന്ന ആളുകൾ നിങ്ങൾ ഓരോരുത്തരുമാണ്. രാവിലെ തന്നെ 5:55 എന്ന് പറഞ്ഞ സമയം, ആ ഒരു സമയമാവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. ആ സമയം ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു ഗുഡ് മോർണിംഗ് പറയാനായിട്ടും ആ വീഡിയോ ഓൺ ചെയ്തിട്ടുകൊണ്ട് എല്ലാവരോടൊക്കെ സംസാരിക്കാനും പലപ്പോഴും നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. പല സമയത്തും വൈകിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഈ രാവിലെ അതിന്റെ അതായിട്ടുള്ള ക്ഷീണം ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ആ സമയത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ വീഡിയോ ഓൺ ചെയ്തിരിക്കാത്ത, മറിച്ച് ഇതിൽ ഫുൾ ആക്റ്റീവായിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആക്ടിവിറ്റീസും നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിന്റെ സക്സസിന്റെ ഒരു പ്രധാനപ്പെട്ട ആളുകൾ. അപ്പൊ നിങ്ങൾക്ക് കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ വരുമ്പോ ഒരു പുതിയ വ്യക്തിയെ കൂടി നിങ്ങൾ ഈ സൂമിന്റെ ഭാഗമായിട്ട് കയറ്റണം. പുതിയ ആളുകൾ നമ്മുടെ ഈ സൂമിൽ കയറണം. ഒരു 500 വ്യക്തികളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് കഴിയും. അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം തീരുമാനിച്ചാൽ പോലും നമുക്ക് കഴിയുമെന്നുള്ളതാണ്. രാവിലെ തന്നെ 10-200ഓളം വ്യക്തികൾ ഉണ്ടായിരുന്നു. ആ 200 വ്യക്തികൾ ഒന്ന് തീരുമാനിച്ചാൽ, ഞാൻ ഒരാളെ പങ്കെടുപ്പിക്കുമെന്ന് തീരുമാനിച്ചാൽ നാളെ 400 വ്യക്തികൾ നമ്മുടെ സൂമിൽ ഉണ്ടാവും അല്ലെ. നാളെ 400 വ്യക്തികൾ ഉണ്ടാവും. അങ്ങനെ തീരുമാനം എടുക്കുക. നിങ്ങൾ ഇന്ന് തീരുമാനിക്കുക, ഞാൻ നാളെ ഒരാളെ എന്തായാലും കയറ്റിയിരിക്കും. ചില ആളുകൾക്ക് തീരുമാനിക്കാൻ ഞാൻ 5 ആളെ കയറ്റുമെന്ന് തീരുമാനിക്കും. നമ്മുടെ സാധ്യതകൾക്ക് അനുസരിച്ചിട്ട് നിങ്ങളൊന്ന് കയറ്റാൻ തയ്യാറായാൽ ഉറപ്പാണ് നാളത്തെ ദിവസം നമ്മുടെ സൂമില് 500 കവിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ആ ഒരു നമ്മുടെ
ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 500 500 കടന്നിട്ട് നിങ്ങൾ ആ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എടുത്ത് നോക്കുമ്പോൾ 500 പ്ലസ് വെയിറ്റിംഗ് റൂമിൽ ആളുണ്ടാവണം. അതിനുവേണ്ടി തീരുമാനം കൂടി എടുത്തിട്ട് വേണം ഇന്ന് നിങ്ങൾ ഈ ഒരു സൂമിൽ നിന്ന് പോകാനായിട്ട്. എനിവേ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു അഭിലാഷ് സാർ. താങ്ക് യു ഓൾ.